നമസ്കാരം, എൻ്റെ പേര് സുഷമ. ഞാൻ ചക്കോളി പ്രശാന്തി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാത്തീറ്ററൈസേഷനെ കുറിച്ചും അതിൻ്റെ കെയറിനെ കുറിച്ചുമാണ്. സാധാരണയായി ബ്ലാഡറിൽ നിറഞ്ഞു നിൽക്കുന്ന യൂറിൻ പുറത്തെടുക്കുന്ന മെത്തേഡാണ് കാത്തീറ്ററൈസേഷൻ. ഇവ സാധാ ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ചാണ് പുറത്തെടുക്കുന്നത്. ഇത് 3 തരത്തിൽ ഉണ്ട്. ഒന്ന് ഫോളിസ് കത്തീറ്റർ മെത്തേഡ്, ഒന്ന് സൂപ്രാ പ്യൂബിക് മെത്തേഡ്, 3 കോണ്ടം കത്തീറ്റർ മെത്തേഡ്. സാധാരണയായി കത്തീറ്ററൈസേഷൻ ഉപയോഗിക്കുന്നത് ഒന്നി സർജറിക്ക് ശേഷമോ അഥവാ തനിയെ മൂത്രം പോകാൻ പറ്റാത്ത അവസരങ്ങളിലോ ആണ് കത്തീറ്ററൈസേഷൻ ഉപയോഗിക്കുന്നത്. കത്തീറ്ററിന് 2 വാൽവ് ഉണ്ട്. അതിലൊരു വാൽവിൽ കൂടാണ് നമ്മൾ വാട്ടർ പുഷ് ചെയ്യുന്നത്. യൂറിത്ര വഴി ബ്ലാഡറിൽ ചെന്നതിന് ശേഷം അത് ഒരു വാൽവിൽ കൂടെ നമ്മൾ വാട്ടർ പുഷ് ചെയ്യുകയും അവിടെ ഒരു ബൾബ് ഫോം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വലിക്കുമ്പോൾ കത്തീറ്റർ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റേ ട്യൂബ് ഭാഗമായിട്ട് കണക്ട് ചെയ്ത് യൂറിൻ കളക്ട് ചെയ്യുന്നതുമാണ്. വളരെ എളുപ്പം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് പോളിസ് കത്തീറ്റർ മെത്തേഡ്. എന്നാൽ സൂപ്രാ പ്യൂബിക് മെത്തേഡ് ഇതേ സെയിം ആണെങ്കിലും അതിന് ലെന്ത് വളരെ കുറവായിരിക്കും. സർജിക്കൽ മെത്തേഡ് വഴി ഒരു ഹോൾ ഉണ്ടാക്കുകയും അതുവഴി ട്യൂബ് കടത്തിയുമാണ് യൂറിൻ പുറത്തെടുക്കുന്നത്. സ്ഥിരമായി ആളുകൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോണ്ടം കത്തീറ്റർ മെത്തേഡ്. ഇത് 2 നേരങ്ങളായി നമുക്കിത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കോണ്ടം മെത്തേഡ്. പോളിസ് കത്തീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 ആഴ്ചയോ അതിൽ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും. ഇനി ഇതിന് കെയറിനെ കുറിച്ചാണ് പറയുന്നത്. കത്തീറ്റർ ഇട്ടതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്യുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷവും കിടക്കുന്ന രോഗികളിൽ ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്യുകയും വൃത്തിയാക്കി വെക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അണുബാധ ഉണ്ടാകാനും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂറിൻ ബാഗ് ക്ലീൻ ചെയ്യുമ്പോഴും നല്ല കെയറോടുകൂടി വേണം യൂറിൻ കളഞ്ഞിട്ട് തിരിച്ചു വെക്കാനും. നമ്മുടെ കയ്യിൽ നിന്നായാലും പുറത്തു നിന്നായാലും അതിനകത്ത് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കുവാൻ. അതുപോലെ കിടപ്പ് രോഗികളെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം. അതുപോലെ അവരുടെ ഡ്രസ്സ്, അവരുടെ റൂം, ബെഡ് ഇതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. രോഗിയെ കാണാൻ വരുന്നവരും രോഗിയെ ശുശ്രൂഷിക്കുന്നവരും ശുചിത്വം പാലിക്കുകയും ചെയ്യണം. അതുപോലെ രോഗിയുടെ ശരീരത്തിൽ ജലാംശം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും അവരുടെ ആഹാരത്തിൽ കൂടി അത് നിലനിർത്തുകയും ചെയ്യുകയും വേണം.